ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൺവൊക്കേഷനായിരുന്നു. പിന്നെ ഞാനിതുവരെ ലാറ്റ്വിയയിൽ നല്ല യൂറോപ്പിൽ തന്നെയുള്ള ഒരു കോൺവൊക്കേഷൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഒരു മെമ്മറീസ് ആയിട്ട് നിൽക്കട്ടെ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് റിഗയിലാണ്. പിന്നെ ഇവിടുന്ന് കോളേജ് യെൽഗാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 45 കിലോമീറ്റർ ഉണ്ട് റിഗയിൽ നിന്ന്. അത് വേറെ തന്നെ ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. കോൺവൊക്കേഷനൊക്കെ എല്ലാം ചെത്തായിട്ട് ഫോർമൽ ലുക്കിലൊക്കെ ഇറങ്ങി. എന്തായാലും സെറ്റാക്കാം. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്ന് ഇതൊക്കെ ഇപ്പോൾ ലാറ്റ്വിയയിൽ പുതിയതായിട്ട് വന്ന ട്രെയിനുകളാണ്. BV എന്ന് പറയും. ലിത്വാനിയൊക്കെ ഇതാണ് സർവീസുകൾ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ഗൈസ്. ഇതാണ് പുതിയ ട്രെയിനിൻ്റെ അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ പൊളി. പണ്ട് ജർമ്മനി പോയപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇത് നൈസാണ് സംഭവം. അങ്ങനെ ട്രെയിൻ എടുത്ത് റിഗ വിടുക ഞങ്ങൾ. ഇതാണ് റിഗ ഓൾഡ് ടൗൺ ആണ് അവിടെ കാണുന്നത്. പണി ഗൈസ്. കിട്ടില്ല മഴ. ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അവിടെ എത്തിയിട്ട് എന്താവുക എന്ന്. നല്ല കിട്ടില്ല മഴ. ഏതോ കാട്ടിക്കൂടെയൊക്കെ പോകണം. അടിപൊളിയുണ്ട്. നല്ല ഭംഗിൻ്റെ പുറത്തേക്ക് കാണാം. അങ്ങനെ ഏകദേശം ഒരു 40 മിനിറ്റിന് ശേഷം ഞങ്ങൾ യെൽഗാവ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. ഇനി മെല്ലെ ആ കോളേജിലോട്ട് ഇങ്ങനെ നടന്നു പോകണം. എന്നാലും അവിടെ എത്തിയിട്ട് പരിപാടി എന്തായാലും തുടങ്ങാൻ കുറച്ച് സമയമുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പോകുന്ന കോളേജൊക്കെ ഒന്ന് കാണാൻ. കോളേജ് ഒരു അടിപൊളി സ്ഥലത്താണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് യെൽഗാവ റെയിൽവേ സ്റ്റേഷന്. ഇവിടെ നേരത്തെ കണ്ട അത്ര മഴയല്ല, ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ല തണുപ്പുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇങ്ങനെ കോളേജ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം വലിയൊരു സിറ്റി കേട്ടോ. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷെ അന്ന് ഇത്രയൊന്നും കണ്ടില്ല. ഇത് വേറെ ഏതോ റൂട്ടിനൊക്കെ കാണിക്കണം മാപ്പ്. 2 പിള്ളേർ 2 പട്ടികളായിട്ട് പോകുന്നുണ്ട്. ഏകദേശം നമ്മൾ കോളേജ് എത്തിയാണ്. ഇത് കോളേജിൻ്റെ ഒരു ചുറ്റുപാടാണ്. ഇതാണ് ആ കോളേജ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തി. ഇത് പണ്ടത്തെ ഒരു പാലസാണ്. അത് പിന്നെ ഇവരൊരു കോളേജ് ആക്കിയതാണ്. ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇത് മെയിൻ ഓഫീസ്. ദ യെൽഗാവ പാലസ്. അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ആയത്. എന്തായാലും കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ്. അങ്ങനെ ഞാൻ ഈ കോളേജിൻ്റെ ഇൻഡോറിൽ കയറുകയാണ്. നൈസ്. ഓ അടിപൊളി കേട്ടോ. ഇതൊക്കെ പക്ക ഒരു പാലസ് സെറ്റപ്പ് പഴയ. അപ്പോൾ ഇതാണ് നമ്മളെ കഥാനായിക. ഈ കറുത്ത കോട്ടൊക്കെ ഇട്ട് നിൽക്കണേ. എന്ത് തോന്നുന്നു അനശ്വരെ? അത് കുഴപ്പമില്ല. അത് കയറി സർട്ടിഫിക്കറ്റ് ആകുമ്പോ ഒക്കെ സെറ്റ് ആവും. നല്ല ടെൻഷൻ ഉണ്ട്. അതാണ് കാണുന്നത്. അങ്ങനെ കുഴപ്പമില്ല, ഒക്കെ സെറ്റ് ആവും. ഇവിടെ എല്ലാവരും ഗ്രാജുവേഷൻ്റെ ഓരോ ഫോട്ടോഷൂട്ടിലൊക്കെ തന്നെയാണ്. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻ്റാണ്. നമ്മളെ പിള്ളേർ അപ്പുറത്ത് വേറെ ഫോട്ടോഷൂട്ടിലാണ്. ഇതാണ് ഇവരെ ക്ലാസ്സിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ പിള്ളേർ. എല്ലാവരും തംസപ്പ് ഇട്ടാ. അയ്യോ, പുറത്ത് മഴയാണ് ഗൈസ്. ഫുള്ള് കാർമേഘം കണ്ടില്ലേ? സീനി. എല്ലാവരും ഉള്ളിൽ കയറി ഫോട്ടോഷൂട്ടൊക്കെ മതിയാക്കിയെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളൊക്കെ സെറ്റപ്പ് കിട്ടോ. ശരിക്കും ഒരു പാലസ് തന്നെ. ഈ വളവൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. ഇവിടെ ചിലപ്പോൾ നൈസ് മോനെ സീന്. ഇതൊക്കെ എവിടെ കിട്ടും ഇങ്ങനെ ഒരു കോളേജ്? ഇത് അതിൻ്റെ വേറൊരു എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. ഞാൻ കോളേജ് മൊത്തം ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയും കുറേ കോളേജസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? എല്ലാവരും ഗ്രാജുവേഷനുള്ള പ്രിപ്പറേഷനാണ്. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വേറൊരു സൈഡ് നല്ല ഇൻഡോർ കാണിച്ചു തരാം. കണ്ടോ? നൈസ്. നല്ല കാർമേഘം വന്ന് നല്ല കിടില മഴ തുടങ്ങി ഇവിടെ. ഏതാണ് വരെ ഇവിടെ കഥയും പറഞ്ഞ അങ്ങനെ ഇരിക്കുക. പക്ഷെ പുറത്ത് സീന് അടിപൊളി. ഇത് ആലിപ്പഴൊക്കെ പെയ്യുന്നത് ഹിൽസ്റ്റോൺ. അനുസരിച്ച് നല്ല പണിയാട്ടോ. നല്ല ഐശ്വര്യമുണ്ട്. ഹിൽസ്റ്റോണൊക്കെ പവറ് ഹെവി. അത് വൻ പരിപാടി. കോളേജിലൊക്കെ വലിയ കിഡിലിൻ്റെ കണ്ണാടി. പൊളിയില്ലേ? അങ്ങനെ ഇവരെ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഓരോ ഫോട്ടോഷൂട്ട് ഇങ്ങനെ മാരകമായി മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ്. അതിപ്പോൾ കുറേ ഇന്ത്യക്കാരും ഉണ്ട്, കുറേ ലാറ്റ്വിയൻസും ഉണ്ട്. അങ്ങനെ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അതിനുള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്
നമ്മളെ പിള്ളേരൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ടേ പോയി നോക്കാം. ഇതാണ് ഒരു ഓഡിറ്റോറിയം. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒക്കേഷനിൽ പങ്കെടുക്കണേ. എല്ലാവരും നല്ല കോസ്റ്റ്യൂമിൽ, നല്ല ഈ ഹോളും എല്ലാം അടിപൊളി. എല്ലാവരും ഈ ഫ്ലവറൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടാണ് നിൽക്കണേ. അപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇറങ്ങി വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നൈസ്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീൽ കിട്ടും. വലിയെന്തോ സംഭവം നടക്കാൻ പോകുമ്പോഴല്ലേ. പിന്നെ സ്റ്റേജും ഉള്ളിലത്തെ ആംബിയൻസും ഒക്കെ അടിപൊളി. മഴയൊക്കെ ഏകദേശം കഴിഞ്ഞാണ്. ഇവിടുന്ന് ഇപ്പോൾ ഇൻഡോർ നല്ലോണം കാണാം. അപ്പോൾ ഓഡിറ്റോറിയത്തിലുള്ള നല്ല ഭംഗിയുണ്ടല്ലേ. Latvijas biozinātņu un tehnoloģiju universitātē, lai godinātu mūsu lauksaimniecības un pārtikas tehnoloģijas fakultātes 2020. അങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളിലോട്ട് വരികയാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസും ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻസ് അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. നമ്മളെ സ്റ്റാർ അതിൻ്റെ ഇടയിൽ ഇടമുണ്ട്. അതാകണം ഭയങ്കര ഒരു ഫീല്. ഇതുവരെ ഈ ഫ്ലവറുമായിട്ട് നിൽക്കുന്ന കാണാനാണ് ഭയങ്കര ഭംഗി. Tas ir mūsu ražas laiks. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയാണ്. ഫസ്റ്റ് തന്നെ അവളെ കോഴ്സിൻ്റെ ആണ്. അങ്ങനെ ഒരു റോ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞു ഫ്രണ്ടിൽ. അപ്പോൾ അവരെ പാരൻസ് അവർക്ക് ഫ്ലവറൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ചടങ്ങാതെ. അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പിന്നെ ഫ്ലവർ വാങ്ങിയിട്ട് പ്രായം അവിടെ ഇങ്ങനെ നിൽക്കും. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫാമിലീസ് വന്നിട്ട് ഫ്ലവറൊക്കെ കൊടുക്കും. Ashley Polorukudil Babi. അടുത്താണ് നമ്മളാള് കേട്ടോ. Anna Švara Velayuthan Menon. ആരോ കയ്യൊക്കെ പിടിച്ച് കയറ്റിയിരിക്കുന്നു. അങ്ങനെ അവൾ ഏറ്റുവാങ്ങുകയാണ് സുഹൃത്തുക്കളെ സർട്ടിഫിക്കറ്റ്. ഗ്രാജുവേഷൻ ക്യാപ്പിൻ്റെ ഒരു സാധനം കണ്ടില്ലേ, അത് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാകുക ഗ്രാജുവേഷൻ കഴിയുന്നതിന് മുന്നേ. പിന്നെ ഗ്രാജുവേഷൻ ആകുമ്പോൾ അത് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റും. അത് അപ്പോൾ അവിടെ കണ്ട വരുന്നു. പ്രൗഡ് മൊമെന്റ്. പൂവ് കൊണ്ടുവന്നില്ല ഗായ്സ്. ആനന്ദാശ്രവ് ഗായ്സ്. സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ. പാവം. അതിൻ്റെ ഇടയിൽ കുറച്ച് മ്യൂസിക്കൊക്കെ. എല്ലാവരും ഗ്രീൻ സർട്ടിഫിക്കറ്റ് ആണ് കൂടുതലും. പിന്നെ ചിലർ റെഡ് കാണാം. അത് റെഡ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക 8ൻ്റെ മുകളിലേക്ക് CGPA വരുന്നവർക്കുള്ളതാണ് ആ റെഡ് വരുന്നത്. അവിടെ ഒരു കൊച്ചിൻ്റെ കയ്യിലുണ്ട് ഫസ്റ്റ് നിൽക്കുന്നത്. ഇപ്പോൾ നല്ല കിടിലം വെയിലും വന്നിട്ട് മഴയൊക്കെ കഴിഞ്ഞു. ഇവിടെ പരിപാടി നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ആൾ കൂടിയിട്ടൊന്ന് പുറത്ത് വന്നാൽ ഇവിടുന്ന്
കാണാൻ പറ്റും ഉള്ളിൽ എന്താ നടക്കണമെന്നൊക്കെ. എല്ലാവരും കൊള്ളാം, ഒരു ട്രഡീഷണൽ ഗ്രാജുവേഷൻ. എല്ലാവരും നല്ല വൃത്തി, എല്ലാവരും ഒരു ബിഗ് മൊമെൻ്റ് ആണല്ലോ ഇത്. രണ്ട് ഇരട്ടകൾ നല്ല രസം. എല്ലാവരും പിങ്കാണ്. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാനായി. ഇനി അടുത്തത് തൊപ്പി എറിയൽ ചടങ്ങാണ്, പിന്നെ ക്യാപ്പ് ഊരി എറിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ലാസ്റ്റത്തെ ഒരു പാട്ട് പാടിയിട്ട് ഒരു അവസാനിപ്പിക്കുകയാണ്. പാട്ടൊന്നും മനസ്സിലാവണം, ഫുൾ ലാൽവേന ഇംഗ്ലീഷാണ്. എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പൊളി. വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലാസ് ടോപ്പേഴ്സ് എന്ന് പറയാം, അവർക്കുള്ള. അവരെന്തോ അവരുടെ ട്രഡീഷണൽ സോങ് ഒക്കെ പാടുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടിയുമില്ല. എല്ലാവരും കൈ അടിക്കുന്നുണ്ട്. ഒരുത്തനെ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. ആർക്കറിയാം. അങ്ങനെ അവിടെ പരിപാടിയാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി നേരെ പുറത്തേക്ക്. പരിപാടിയൊക്കെ കഴിഞ്ഞു, ആള് വരുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഫൈനലി ഒരു ചിരി ഇട്ടാളാ. അങ്ങനെ കറക്റ്റ് സമയത്ത് പൂ എത്തിച്ച അർഷു, അൻസബ്, ഷായില് ആരൊക്കെ കൊണ്ടുവന്നാണ്. ഹാപ്പി അല്ലേ? എന്നാ പിടിച്ചോ, എന്നാ പിടിച്ച ഫുൾ സെറ്റ്. ഹാപ്പി അല്ലേ? അങ്ങനെ ഇതാണ് നമ്മളത്തെ സ്റ്റാർ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. അതാണ് ഈ കാണുന്നത്. കുറേ കഷ്ടപ്പാടിൻ്റെ ഫലം. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. അനീശ്വര, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയില്ലേ? ഇപ്പൊ എന്താ തോന്നുന്നേ? ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. ഹാപ്പിയാണ്. എന്നാലും കഷ്ടപ്പെട്ടതിനുള്ള ഫലം കിട്ടിയില്ലേ? ഞങ്ങൾക്കും. കാരണം 3 മണിക്കൂറായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ലക്ഷ്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോലെ. അപ്പോൾ കാണാം. ആയിരുന്നോ തൊപ്പി ആയിരുന്നോ? കാറ്റത്ത് പറഞ്ഞ തൊപ്പി പോയെടുത്തോ. അതെ, സെറ്റല്ലാനോ? അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ലാറ്റ്വിയയിൽ പിന്നെ യെൽഗാവ കോളേജിലത്തെ ഒരു കോൺവൊക്കേഷന്. ഇതിൽ പക്ക ഒരു എന്താ പറയുക ട്രഡീഷണൽ ഒരു കോൺവൊക്കേഷൻ ആയിരുന്നു. ഭയങ്കര ലോങ് ആയിരുന്നു. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ല. വരെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് പരിപാടി അങ്ങ് നീണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഏത് കാലം വരാനാണാവോ ഇവിടെയൊക്കെ. ഇവിടെ ഇപ്പോൾ ഇവള് മാത്രമേ അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ, നല്ല ഫ്രണ്ട്സായിട്ട്. പിന്നെ അതാ കണ്ടില്ല, കോളേജൊക്കെ പക്ക ഒരു പാലസ്. എന്തായാലും നൈസ്. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.